മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികൾ അവർ മുംബൈയിൽ തന്നെയുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. അന്വേഷണ സംഘം അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അവസാനമായി അവരുടെ ടവർ ലൊക്കേഷൻ മൊബൈൽ ഫോൺ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നാണ്. മുമ്പ് ഈ കുട്ടികൾ പനവേലിലേക്ക് പോകും, അവിടെ ഒരു കല്യാണം കൂടേണ്ടതുണ്ട് എന്നായിരുന്നു ഫോർട്ട് മുംബൈയിലെ സലൂണിലെ ഉടമയോട് പറഞ്ഞത്. അതിന് പ്രകാരം പനവേൽ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണവും തിരച്ചിലും പരിശോധനയും ഒക്കെ നടന്നത് കഴിഞ്ഞ 2 മണിക്കൂറുകളായി. അതിപ്പോൾ വീണ്ടും മുംബൈ CST കേന്ദ്രീകരിക്കുന്നു. കാരണം ഈ സലൂണിനടുത്ത് തന്നെയാണ് ഈ മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അവിടേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നു. സമീർ ബിൻ കരീം വീണ്ടും ചേരുന്നു മലപ്പുറത്ത് നിന്ന്. സമീർ, മലപ്പുറം പോലീസ് താനൂർ DYSP വിശദമായ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് നിന്ന് വരുന്ന വിവരം അനുസരിച്ച് ഇവർ ഫോൺ ഉപയോഗിക്കുന്നില്ലെന്നാണെങ്കിൽ മുംബൈയിൽ നിന്ന് ശ്രീനാഥ് നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് CST റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഈ ലൊക്കേഷൻ. ഈ കാര്യങ്ങൾ കേരള പോലീസ് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം ഈ CST റെയിൽവേ സ്റ്റേഷൻ സമീപത്തേക്ക് ആളുകളെ അയച്ചിട്ടുണ്ടോ? ഇതിന്റെ ലൊക്കേഷൻ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടികൾ അവിടെ നിന്ന് മൂവ് ചെയ്തു എന്നുള്ള വിവരവും നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പോലീസ് ഈ ഭാഗത്തും പനവേലിലും ഒക്കെ തന്നെ കൃത്യമായ സംഘത്തെ നിർത്തിക്കൊണ്ട് പോലീസും തിരച്ചിൽ നിലവിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. DYSP ഈ താനൂർ ഓഫീസിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് തിരച്ചിൽ എല്ലാം തന്നെ ഏകോപിപ്പിച്ച് നിലവിൽ കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. ഈ CST കേന്ദ്രീകരിച്ച് ഏറെ നേരമായി കുട്ടികൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പോലീസും വ്യക്തമാക്കുന്നത്. അല്പസമയം മുൻപ് മാത്രമാണ് ഈ കുട്ടികൾ ഇവിടെ നിന്ന് മൂവ് ചെയ്തത് എന്നുള്ള വിവരമാണ് പോലീസിന് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. ഇവിടെ ഈ CSTക്ക് സമീപം ഒരു കാനറ ബാങ്ക് ATM ഉണ്ട്. ഈ ATMന് സമീപം കുട്ടികളെത്തി അവിടെ നിന്നും കുട്ടികൾ അല്പസമയം മുൻപ് മൂവ് ചെയ്തു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ തൊട്ടടുത്ത് തന്നെ ഈ കുട്ടികൾ ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. എങ്കിലും കുട്ടികളെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിലൊരു വ്യക്തത വരികയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ നിലവിൽ ഒരു പഴയ മൊബൈൽ ഫോൺ വാങ്ങി എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ അടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില അന്വേഷണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ DYSP നമ്മോട് പറയാത്തതും നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെയോട് കൂടി തന്നെ ഈ പോലീസ് സംഘം ഇവിടെ നിന്നുള്ള പോലീസ് സംഘം മുംബൈയിലോട്ട് തിരിക്കും. അവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരച്ചിലും മറ്റു കാര്യങ്ങളൊക്കെയായി അവിടെ നീങ്ങുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ജില്ലാ പോലീസ് മേധാവി മുംബൈ പോലീസുമായി ഒക്കെ മുഖാന്തരം സംസാരിച്ചുകൊണ്ട് മുംബൈ പോലീസിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് നിലവിൽ തെരച്ചിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ എത്തിക്കുക ഇപ്പോൾ